വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളുടെ ഗെയിമിംഗ് ഡൂഡ്സ്. ഇന്നത്തെ വീഡിയോ മറ്റുമ്പോൾ എൻ്റെ ബാക്കി എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ. യൂട്യൂബ് തുറന്ന് കുറച്ച് ദിവസമായി യൂട്യൂബ് കൂടെ എടുത്തിട്ട്. ഇതിപ്പോൾ സ്റ്റാർട്ടൗട്ട് ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ മറന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെക്കൗട്ട് ചെയ്തില്ല. മറ്റേ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയായി തോന്നില്ല, ഒരാഴ്ചയായി മറ്റേ വീഡിയോ ഇട്ട്. അതിൽ വ്യൂസും കുറവാണ്. നിങ്ങളെല്ലാവരും കാണാൻ ശ്രമിക്കുമെല്ലാം പ്ലീസ്. വളർന്നു പറഞ്ഞ യൂട്യൂബറല്ലേ. ഇതിന് ലാപ്പ് എടുത്തിട്ട് ഞാൻ പിന്നെ എഡിറ്റിങ് തുടങ്ങാൻ പോകും. ഭയങ്കര പിന്നെയാണ്. ഓക്കെ, രാത്രിയായോ? നമ്മൾ ടൂൾസൊക്കെ കുറച്ചൊക്കെ ആയിരുന്നില്ലേ. ജസ്റ്റിൻ്റെ എന്തിനാണ് കേട്ടോ, മനസ്സിലാവുള്ളൂ. അതിനൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ ഗൈസ്, ഇപ്പം വീട്ടിൽ കുറച്ച് വെള്ളം അതുകൊണ്ടാണ്. എല്ലാവരും വീട്ടിൽ വെള്ളം ഉണ്ടല്ലേ, അതേപോലെ തന്നെ ഇവിടെ. അപ്പോൾ ഇന്ന് നമുക്ക് വീടായി, അതിൻ്റെ കുറച്ച് ടൂൾസായി, വാട്ടർ കൊടുത്തിട്ട് അപ്പം നമുക്ക് വില്ലേജാണ് ബ്രീഡർ സെറ്റ് ചെയ്യാം. ബ്രീഡർ നമുക്ക് കുറച്ച് പണിയാണ്. ഇവിടെ പണിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ വെള്ളത്തിൽ കൂടാം. കൊല്ല് ഇതായിക്കണോ എന്നാ? താങ്ക് യു. ബോണിരിപ്പുണ്ടല്ലോ, ഒരു പെറ്റോ കൂട്ടുകാരെ. ഇതിലല്ലേ ഒറ്റയ്ക്കും തോന്നില്ല. പിന്നെ അതിന് കളിക്കാഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ പ്ലീസ്. ഇതിലോട്ടൊന്ന് ഒരു ബോണേ ഉള്ളൂ. ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റെയർ മൂമെന്റ്. ഫസ്റ്റ് തന്നെ മറ്റേ അവിടെ ഇരുന്നു. അല്ല വേണ്ട, ഇടാം. നമുക്ക് പേര് ഞാൻ പിന്നെ ഇടാം. നീ പെട്ടെന്ന് ഒരാളെ കാണിച്ചു തരാം. കടിച്ചോ. ഇവ ഇങ്ങനെ അടിക്കില്ല. എന്നാ കടിച്ചോ. നമ്മൾ ആര് അറ്റാക്ക് ചെയ്യോ അവനെ പോയി തീർത്തിട്ടേ വരുള്ളൂ. ഇതാണ് ഇവൻ്റെ സ്പെഷ്യാലിറ്റി. ഇവന് ആർമറൊക്കെ ഉണ്ടല്ലേ. ഇവന്മാർക്ക് ഇപ്പോൾ പുതിയ ആർമറായി. പണ്ടത്തെ ഡോഗ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കളർ ടെക്സ്ചറൊക്കെ പുതിയ ചേഞ്ചായി. അത് ഇവനെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവനെ കൊല്ലും. കടിയറാവനെ അത്ര തന്നെ. എൻ്റെ പണ്ണയൊക്കെയാണ് ഒരാൾ. വാ, എൻ്റെ ചക്കര മുത്തിന് വീട് പണിഞ്ഞു തരാം. വാ കൂടാ കുടിയിലൊന്നും വീഴല്ലേ. വാ അതെ നീ ഇപ്പോഴത്തെ ഇവിടെ നിൽക്കുക. നിങ്ങൾക്കുള്ള വീടൊക്കെ പണിയാം. ഇതും കൂടി വെച്ചേക്കാം. ഇപ്പോൾ ഇവിടെ ഇരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞു തന്നത് ഒരു കൊച്ചു ബേബി ബോണില്ല. അതേപോലെ ഇങ്ങനെ ഓരോ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്തിരിക്കാൻ പറ്റും. ഓരോന്നും കൊണ്ടുകൊടുന്ന് വയ്ക്കാം. എവിടെ നിന്നോ അങ്ങോട്ട് കിടന്നോ. ഷീപ്പിനെ കൂടുതൽ കൊല്ലം ആവശ്യമുണ്ട് എനിക്ക്. ഇപ്പം നമുക്ക് ബ്രീഡർ ഓക്കെ ഞാൻ മറന്നു. ബ്രീഡർ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ട്രിക്കുണ്ട്. മറന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് വയ്ക്കാം. കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് എടുത്ത് വേറെന്തെങ്കിലും ലീഷ് കയ്യിൽ വെച്ചേക്കാം. കുറച്ച് വുഡും ഇതിരിക്കട്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടെ ഷോർട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിരി. വേറെ ഒന്നും ഞെക്കയില്ലല്ലോ. അവിടെ ചെല്ലുമ്പോൾ മറക്കല്ല്. അപ്പോഴത്തേക്ക് ഇത് മതിയാവും. പിന്നെ ഫസ്റ്റ് പണിയെന്ന് വെച്ചാൽ ഇവിടെ അതൊരു വെള്ളം ഒഴിക്കണം. സെൻട്രയിലൊന്ന് ചൂസ് ചെയ്തിട്ട് ഇവിടെ വെള്ളം ഒഴിക്കണം. നമ്മളിൽ എന്തെങ്കിലും പണി വരും വേണം ഓർത്തത്. ഇവിടെ ചെന്നിട്ട് പിന്നെ സ്ലാബാക്കണം. അതിൽ കുറച്ച് സ്ലാബ് എടുത്ത് ഇങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ 2 കമ്പോസ്റ്റർ ഇത് വെച്ച് നമുക്ക് ബോൺ മീലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. വില്ലേജിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫാർമർ വില്ലേജ്. ഇതിൻ്റെ പുറത്ത് വെച്ച വെള്ളമുണ്ട്, പുറത്ത് വയ്ക്കണ്ട. അടി ഒഴിക്കാം, വെള്ളം ഒഴിച്ചേക്കാം.
എന്നിട്ട് ഇത് എത്ര ബ്ലോക്ക്? 4 ബ്ലോക്കല്ല. 1 2 3 4. 1 2 3 4. ഓക്കെ, ഗ്ലിച്ചായിരുന്നു. ഗ്ലിച്ച് മൈൻക്രാഫ്റ്റ് ഗ്ലിച്ച്. ബെഡ്റോക്ക് ആണ് ഗൈസ്. 1 2 3 4. 1 2 3 4. അങ്ങനെ ഇപ്പം ചുറ്റും ഇനി ചെയ്യണം. അപ്പം ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ഇങ്ങനെ ഇരിക്കും. കാരണം ഇവിടെ 4 ബ്ലോക്ക് അങ്ങനെ എടുത്തിട്ട് ഇവിടെ ഫുള്ള് ചുറ്റിനും ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് നമുക്ക് ചുറ്റിനും വയ്ക്കണം. ഇതിനെ കാണാൻ നല്ല ക്യൂട്ടായിട്ട് തോന്നും. പക്ഷെ എന്തെങ്കിലും ബോണില്ലാതായിട്ട് അവിടെ അമ്മ നിൽക്കും. അവന് ലീസ് ചെയ്യാൻ പറ്റും. എനിക്ക് ലീസ് ചെയ്യാൻ പറ്റും. അവിടെ പോയി എവിടെ കൊണ്ടോ ബാബാ കിട്ടി ഇമാര് വളരും. അതുകൊണ്ട് ലീസ് ചെയ്യാൻ പറ്റും. ബാബാ ഇമാരടുത്ത് പോകത്തില്ല. അങ്ങനെ വരേനെ. ലീസ് പൊട്ടില്ല. അവിടെ നിന്ന് ഇവിടേക്ക് അപ്പം ഇതൊന്നുണ്ടാക്കി ഫ്രണ്ട്സ് ഗേറ്റ് ഇവിടെ വെച്ചിട്ട് ഇതിലോട്ട് ക്ലിക്ക് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് അവിടെ. അപ്പം പിന്നെ അങ്ങോട്ട് താഴോട്ട് പോകുമ്പോൾ ഞാൻ പോയി എടുത്തിട്ട് വരാം. ബാക്കി തന്നെ ഇത് 1 2 3 ബ്ലോക്ക് പൊക്കണം. അപ്പം ഇനി 2 ബ്ലോക്കും കൂടി പൊക്കണം. അപ്പം കോബർ സ്റ്റോൺ തീരാതെ അതുകൊണ്ട് എടുത്തത് പൊക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇതാ അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞ് ഇതപ്പം ഇങ്ങനെ ഇരിക്കും കാണാൻ. എന്നിട്ട് ഇതിന് ഒരു സൈഡ് തുറന്നിരിക്കണം. അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് വെക്കണം. ഓക്കെ, സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് സെൻറ്ററിന് സെൻറ്റർ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ സെൻറ്റർ ഇവിടെ 1 2 3 ബ്ലോക്ക് പൊട്ടിക്കണം. എന്നിട്ട് ഇവിടുത്തെ ബ്ലോക്ക് ജമ്പ് ചെയ്ത് ഇതൊന്ന് മാറ്റണം. ഓക്കെ, ഇതും ഈ 3 ബ്ലോക്ക്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ രാത്രി കെപ്റ്റസും വളർന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്ന് ഫാമിലേക്ക് ഒന്ന് ഉറങ്ങിയിട്ട് അപ്ഡേറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. വീണ്ടും ഇവിടെ രാത്രി, ഇവിടെ ഗുഡ് മോർണിംഗ്. രാവിലെ ഇതിനെ പൊളിക്കണം. 1 2 3 4 ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സൗണ്ട് കുറവാണോ നോക്കുകയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നാൽ മതി. സൗണ്ട് എല്ലാം കുറവുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല. എന്നിട്ട് ഇവിടെ ഇനി പണിയെന്ന് വെച്ചാൽ വില്ലേജ് തന്നെ കൊണ്ടുവരണം. വില്ലേജിലൊന്നും പോയില്ല. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് അങ്ങോട്ട് പോകാം. ഒന്നുമില്ല. പൊട്ടില്ല ആയില്ല. എൻട്രമ്മ നിൽക്കുന്നു. എൻട്രപ്പകൾ കിട്ടുമോ നോക്കാം. ചത്തില്ലെങ്കിൽ പിന്നെ ഞാൻ കൊന്നതിനുണ്ട്. ഗ്രാസ് ബ്ലോക്ക് ഇരിക്കുന്നു. അത്യാവശ്യം വരും. അവിടെ ഓക്കെ. എൻ്റർപോളും കിട്ടി ഗ്യാസ് ബ്ലോക്ക് കിട്ടി. സീനാണ് അക്കൗണ്ട്. അപ്പോൾ മറ്റേൻ്റെ ടാസ്ക് കുറച്ച് എളുപ്പമായിരിക്കും. ലാസ്റ്റ് ഭാഗത്ത് ഇതൊക്കെ നമുക്ക് അകത്തുകൊണ്ട് വെച്ചിട്ട് ഒരു ബോട്ടും ക്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഇറങ്ങാം. ഇതിവിടെ ഇരിക്കട്ടെ. അയ്യോ, ലീഷ് ഒന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലെ അമ്മ വിളിച്ചിട്ടുണ്ടതുകൊണ്ട് അങ്ങോട്ട് പോയി. കുഴപ്പമില്ല, ഒന്ന് മതി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
ഗ്രാഫ്റ്റ് പ്ലെയർ അല്ലേ, ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എടുത്തേക്ക് ആവശ്യം എപ്പോഴാണ് വന്നതെന്ന് അറിയാൻ പറ്റൂല. അവിടെ അയങ്കലുണ്ടെങ്കിൽ അയങ്കലത്തെയും കൂടെ തല്ലിക്കൊണ്ടിട്ട് നല്ല രസമാണ്. ഇത് ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്താൽ പോരാ, ഇപ്പോൾ എനിക്ക് പോകാനുള്ളതായി ഒരെണ്ണം കൂടി ക്രാഫ്റ്റ് ചെയ്തേക്കാം. വില്ലേജ് തന്നെ കൊണ്ടുവരാനുള്ളത്. ഇത് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയിട്ട് വരാം. ഇപ്പോൾ ഇനി വില്ലേജ് കണ്ടുപിടിക്കണം. ലക്ക് ഉണ്ടെങ്കിൽ അടുത്ത് തന്നെ ഒരെണ്ണം കിട്ടിയാൽ നല്ലത്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തൊണ്ടായി അത് ചെയ്യണം. ചെയ്തേക്ക് അത്യാവശ്യമല്ലേ, പെട്ടെന്ന് നമുക്ക് വീഡിയോ ഒന്നും കൂടെ ലോങ് ആവാതിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഞാൻ അതെടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് ബാക്കിറങ്ങണം. ബാക്കിറങ്ങിയിട്ട് ഇതിൻ്റെ സീഡ് ഇവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ സൈഡിൽ നമുക്ക് ഇതിൻ്റെ സീഡ് കിട്ടും. സീഡോടെ സീഡ് ഇപ്പോൾ ഇതിൽ കാണിക്കില്ല. അഡ്വാൻസ് അതാ കിടക്കണം. കോപ്പി സീഡും ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആക്കിയാ പുതിയ അപ്ഡേറ്റ് പൊളിച്ചാട്ടോ. ഇപ്പോൾ കോപ്പി വേൾഡ് ചെയ്തിട്ട് നമ്മളിന്ന് ബാക്ക് ഇറങ്ങിയിട്ട് ഗൂഗിൾ എടുക്കണം. എന്നിട്ട് ഞാൻ അതെടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ കയറിയിട്ട് സീഡ് മാപ്പ് എന്നും പറഞ്ഞ് സെർച്ച് ചെയ്യണം. ഇങ്ങനെ ചങ്ക് ബേസ് എന്നും പറഞ്ഞു അതിൽ കയറിയിട്ട് ആ സീഡ് അടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഏത് വെർഷനാണ് അതങ്ങ് നോക്കിയാൽ മതി. ഇത് കയറി കഴിഞ്ഞിട്ട് ഇതിൽ ലോഡാവട്ടെ. ഇത് കയറി കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഏത് വെർഷനാണ് കളിക്കുന്നത്, ബെഡ് റോക്ക് ആണോ ജാവയാണോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൽ സീഡ് അടിച്ചു കൊടുത്താൽ നമ്മൾ ഇതിൻ്റെ അടുത്തുള്ളത് എന്തൊക്കെയെന്ന് വെച്ചാൽ എല്ലാം അറിയാൻ പറ്റും. ഇപ്പോൾ ബെഡ് റോക്ക് ഞാൻ എല്ലാം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സീഡ് ഇത് പഴയ ഒരെണ്ണത്തിൻ്റെ സീഡ് അടിച്ച് നോക്കിയത് മാറ്റിയിട്ട് ഇപ്പോൾ കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കിയില്ലേ, നമ്മളിവിടെയാണ് സ്പോൺ ആവേണ്ട. സ്പോണിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ സ്പോണിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ചെസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ തന്നെയാണ് നമ്മൾ. ഇവിടെ വില്ലേജ് അതിവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ അടുത്ത് ഇവിടെ ഉണ്ട്. അടുത്തൊന്നും ഇല്ലെന്ന് പറയല് പണിയാവും. അടുത്തെന്ന് പറയുമ്പോൾ നമ്മളിവിടെ കുറച്ച് ദൂരെയാണ്. അങ്ങനെങ്കാട്ടി ഇത് തന്നെ അടുത്തത്. പ്ലേറ്റിൽ 600 മൈനസ് 280 630 മൈനസ് 280 കണ്ടോ, അതാണ് പോവേണ്ടത്. ഇവിടെയാണ് പോവേണ്ടത്. അതാണ് അടുത്ത് നോക്കട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ഇവിടെ നിന്നാണ് നോക്കിയപ്പോൾ കയറിയാലില്ല. നെറ്റ് ഓഫ് ആയിട്ട് അത് നെറ്റാണ് ആയിക്കളയണ്ട ഗൈസ്. ഞാൻ കയറിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ലോഡിങ് ഇപ്പോൾ ഇന്നപ്പോൾ ഒരു ബ്രീഡർ സെറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 630 അപ്പം അടുത്ത് തന്നെ അത് മതി. ഇത് രാത്രി ആവെ എണ്ണി രാത്രി എല്ലാം തോന്നും. ബെഡ് കൈ വെച്ചേക്കാം, എപ്പോഴാണ് പണി കിട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല. 630 പോകണം. ഇവിടെ അല്ലേ? ഓക്കെ, മൈനസാണ്. മൈനസ് പ്ലസ് ആവണം. മാത്സ് അറിഞ്ഞുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ട്യൂഷൻ പഠിപ്പിച്ച് തരാം. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇത് നമ്മൾ റൂം എടുക്കാൻ ഗോൾഡൊക്കെ കൊണ്ട് ആവശ്യം വരും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്ലസ് ആകും. ഇപ്പുറത്തത് മറ്റത് മൈനസ് ആവണം. ഇത് കുറയല്ലേ? ഓക്കെ. മറ്റത് കൂടുകയും ചെയ്യണം, മറ്റത് കുറയുകയും ചെയ്യണം. 600 എത്രയും മൈനസ് 200 632 മൈനസ് 280
ഇതായിരുന്നു കോർഡിനേറ്റ്. ആ കോർഡിനേറ്റിലോട്ട് പോവുകയാണ്. ഈ സൈഡാണ് 2 ആദ്യം 600 പോവാം. ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കൂടെ വല്ല ഡോൾഫിനെ വന്നെങ്കിൽ കുറച്ച് സ്പീഡ് കൂടുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഭയങ്കര. നമ്മൾ ഈ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. ആ സമയത്ത് നമ്മളെ കൂടെ വല്ല ഡോൾഫിനാ വല്ല അടുത്ത് ഡോൾഫിനല്ല നല്ല ഡോൾഫിൻ വരണമെങ്കിൽ നമ്മളെ സ്പീഡ് കൂടും. നമ്മൾ സാധാരണ നീന്തുമ്പോഴും അങ്ങനെ തന്നെ. ഡോൾഫിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അപ്പോൾ ഗൈസ്, ഞാൻ ഈ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്താൽ പോരെ, അതൊന്നും നല്ലതെന്ന് തോന്നുന്നു. വേറെ നിങ്ങൾ ബോറടിപ്പിക്കണ്ട, എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ വില്ലേജ് കണ്ടിരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലെന്നറിയാം, പക്ഷേ ഞാൻ കണ്ടു. അവിടെ ടോർച്ചൊക്കെ ഇരിപ്പുണ്ട്. ഉണ്ടാവും വില്ലേജ് കഴിഞ്ഞു. ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഇവിടെ. അപ്പം കുറച്ച് ആർമറോ എല്ലാം കിട്ടാൻ ചാൻസ് കൂടുതല. ടേബിൾ ഇരിപ്പുണ്ട്, ആവശ്യമുള്ളതൊക്കെ എടുത്തോളാം. ലൂട്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്. ലൂട്ട് വേണം. ഇവിടെ ചെസ്റ്റിൽ പാൻറ്റ് കിട്ടി, ഹോഴ്സ് ആമറും ഇതും കിട്ടി. നൈസാണ്. സാഡലും ഹോഴ്സ് ആമറും പറഞ്ഞാൽ എന്നാലും എടുത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടണില്ലേ. നമ്മൾ മലയാളിക്ക് അങ്ങനെയാണ്. ടേബിൾ വെച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ഫുഡപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കുറേ ദിവസത്തേക്ക് ക്ഷാമം കാണില്ല. എന്താണ് ടച്ചും വിഷയം. ഇത് ബ്രെഡൊക്കെ ഫ്രൈ ആ നമ്മുടെ കുറച്ച് ബ്രെഡ് ഇരിപ്പുണ്ട്. ഇവിടെ നല്ല കിട്ടാൻ വെള്ളം കയറി സ്ഥലവും. ബ്രെഡ് ഞാൻ പിന്നെ ഒന്നെടുത്തോളാം, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം. 2 കട്ടൊക്കെ ഉണ്ട്. നൈസ്. സാപ്ലിങ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഒഴിക്കട്ടെ, മരുന്ന് നട്ട് പഠിക്കട്ടെ. കുറച്ച് ഫുഡ് ഇപ്പം ക്യാരറ്റ് കിട്ടിയതിനെ കൊള്ളായിരുന്നു. നിങ്ങളവിടെ നിന്ന് മൈ ഗോഡ്, നിങ്ങളെവിടെ നിന്ന് കയറി വന്നു? നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കയറി വന്നോ? അമ്മമാരിപ്പോൾ ഇവിടെ നിന്ന് കയറി വന്നോ? ഏയ് മനയില്ലാത്തമാരെ ഇവരങ്ങനെ കത്തണം. അപ്പോൾ മഴ പെയ്യല്ലേ? കുട്ടിച്ചോമ്പി ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ്. കുട്ടിച്ചോമ്പി ഭയങ്കര ഡാമേജ്. മാറി സ്പീഡ് ഓടുകയും ചെയ്യും. മാരെ കൊന്നു. ഇവിടെ നിന്ന് വെള്ളം അവിടെ നിന്ന് ഇത്ര വീണ് നോക്കിയാണ്. ഒരു ബ്ലോക്കിലെ വെള്ളമാണ്. നമ്മളൊരു ബക്കറ്റ് പഴിക്കില്ല ഇത്. അത് മേളിൽ നിന്ന് വീഴുമ്പോൾ കുറച്ച് ദൂരം കൂടുതലാവും. അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും. വേണമെങ്കിൽ വേൾഡ് ഫുള്ള് ഈ ഒരു ബക്കറ്റ് കൊണ്ട് തന്നെ വെള്ളം നിറയ്ക്കാൻ പറ്റും. ഇവിടെ ഇരുട്ടാണ്. ഇതാണ് അമ്മമാർ ഫോണായത്. കുറച്ച് 30 ഇത്ര ദൂരെ നിന്നുകൊണ്ടാണ് അമ്മമാർ ഫോണായത്. ആപ്പിൾ പിന്നെ ആവശ്യം വരും. ഗോൾഡൻ ആപ്പിളൊക്കെ ഉണ്ടാകും. വില്ലേജർമാരെ ഇവിടെ നിന്നോ ഞാൻ ഇപ്പോൾ വരാം. ഇതിൻ്റെ മണ്ടയില ബാക്കി വില്ലേജ്. അതുപോലെ തന്നെ തട്ടണമല്ലോ. പിന്നെ വരാമല്ലേ, പിന്നെ ചെയ്യാൻ വരെ കൊണ്ട് ആവശ്യമുണ്ട്. വേറെ പാട്ടില്ല. എന്നിട്ട് ലീഷ് എടുത്തിട്ട് ഇമാരെ പിക്ക് ചെയ്യുമ്പോൾ ലീഷ് കിട്ടും. എന്നിട്ട് ഡാറ്റ എടുത്തില്ലെന്ന് തോന്നുന്നു. അല്ല, ഇവിടെ നിന്ന് ഡാറ്റ വിളിക്കും. ഇന്നലെ ഇങ്ങനെ തെളിയിക്കണ്ടോ? താഴെ ഒരു വില്ലേജ് കാണുമല്ലോ. ബാ ഇന്നലെ വലിച്ചിട്ടുണ്ടോ? ബാബാ ബാബാ ഓക്കെ, ഇന്നലെ എത്തുന്നുണ്ട്. മറ്റേ വില്ലേജിലൂടെ പോയി ഒരു കാര്യം ചെയ്യുന്നു. ഇവിടെ നിൽക്കി. രാത്രി അതാണ് ഗ്ലിച്ചടിച്ചതാ ഭയങ്കരമായിട്ട്. ഇത് രാത്രിയാണ് പകലുമാണ്, മഴയും പെയ്യുന്നുണ്ട്. ഗ്ലിച്ചടിച്ചത്. മണ്ടേ കയറണം. മണ്ടേ കയറിയാൽ എനിക്ക് അടുത്തൊരു വില്ലേജിന് മറ്റേ ബോട്ട് ഇട്ടുണ്ടോ എന്നിട്ട് അവിടുത്തെ ബോട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് അത് കുറച്ച് പണിയാണ്, ടാസ്ക്കാണ്. പിന്നെ വേറെ വഴിയില്ല. ഇപ്പോൾ രാത്രിയല്ലേ എന്തായാലും.
ഇപ്പം രാത്രിയായാലും എന്നിട്ട് മണ്ടേ കയറണം. ഡയറക്റ്റ് നന്നായി മഴ ഗ്ലിച്ചടിച്ച് കേട്ടോ, മഴ ഗ്ലിച്ചടിച്ചത്. ഇവിടെ വല്ലതും കാണും. ഇല്ല സാധാരണ നോർമൽ ഇവിടെ. ഇതിൻ്റെ മണ്ടയിലും കയറണം. ഇപ്പോൾ അതുപോലെ നിൽക്കണം. 3 ബ്ലോക്ക് കയ്യിലും ഉണ്ട്. അടിച്ച് കൊന്നാലേ. നല്ല സ്ഥലമായിരുന്നു കേട്ടോ. 1 2 3 അടി. അയ്യോ എന്താണ് ജസ്റ്റ് അടിക്കുന്നു. എങ്കോലം പെട്ടു. 4 ബ്ലോക്ക് വേണമല്ലോ. 1 2 3. ഓക്കെ സേഫാണ്. 1 2 3 4 5 6 7 8 9 10 11. ഇത്രയും കിട്ടി. 5 എണ്ണം തന്നു. നല്ലവനാ. ഇവിടെ നിങ്ങളെ തുറന്നിട്ടിരിക്കുന്നു. നിങ്ങൾ തുറന്നു എന്നെ നോക്കിക്കാൻ ഇറങ്ങിപ്പോയി. ഇതാണ് നിൻ്റെ കുഴപ്പം. ജയിലൊന്ന് ഞാൻ വെച്ചത് ടെറയും കളിച്ചെന്ന്. മണ്ടിൽ മേഘമായിരുന്നു. ക്യാരറ്റൊന്നും ഇല്ല ഇവിടെ. ഫാർമറെ ഇതാണ് ഫാർമർ. പടി കയറി. ഓക്കെ, ഇവനെയും കൊണ്ട് താഴെ പോകണം. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്തിരുന്ന പണി നോക്കാം. ഇവനവിടെ എത്തിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ ഇവിടെ എൻ്റെ അകത്ത് 2 ടിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ യൂസ് ചെയ്ത് ഇങ്ങോട്ടുണ്ട് പോകണം. നീ ഇങ്ങോട്ടുണ്ടായതില്ല, വെള്ളത്തിൽ കൊണ്ടുപോയതില്ല. ഇവിടെ അടുത്ത് വെള്ളമുണ്ട്. വെള്ളത്തിൽ കൊണ്ടുപോയി ഇമാരെ പേടിക്കണ്ട. അന്ന് ഞാൻ കളിച്ചത് ഞാൻ പ്രാന്തും ലാസ്റ്റ് അത് കട്ട് ചെയ്ത് കളഞ്ഞുണ്ട്. എന്തിനാന്നറിയില്ല, ഇവന്മാരിങ്ങനെ കൊണ്ടുപോകായിരുന്നു. ഇങ്ങനെ കൊണ്ടുപോകാൻ നേരത്ത് ലീഷ് അറിയാതെ പൊട്ടിപ്പോയി. ഇതാകണ്ട. പിന്നെ അത് എത്രയോ ദൂരം, നല്ല ദൂരം ഉണ്ട്. 1000 1500 എത്രയോ ബ്ലോക്ക് ഉണ്ടായിരുന്നു. 1500 അല്ല 2000 കൂടുതൽ കാണും. ഐലൻഡ് പോലെ കളിച്ചത്. പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പണി ആർക്കും കിട്ടൂല. ഡ്രോൺ ഇപ്പം ഉണ്ട്, കുറച്ച് സീനാണ്. മറ്റേ തന്നെ നീ ഇങ്ങനെ പോ. ബാക്കിലുണ്ടാ. ഓക്കെ, ബാക്കിലുണ്ടാ. ഇപ്പോൾ ഗായ്സ് വീട് എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതാ പറഞ്ഞു. അങ്ങനെ വീടെത്തി. എനിക്ക് അമാരുണ്ടാ? ഉണ്ട്. സ്ട്രൈറ്റ് വെച്ചിട്ട് ഡോൾഫിൻ വരുമ്പോൾ നോക്കിയാൽ സൂര്യനുണ്ടോ? നല്ല സൂര്യോട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ, ആ സൈഡിൽ കൂടെ വരാം. ലീച്ച് കയ്യിൽ കാണുന്നുണ്ട്, കുഴപ്പമില്ല. അവന്മാരുണ്ടായില്ലേ? ലീച്ച് കയ്യിലുണ്ട്. ഇവിടെ ഇപ്പം ടാസ്ക് ഒന്നുമില്ല. ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പം ഞാൻ കുറേയൊക്കെ അറിയാവുന്നുണ്ട്. എളുപ്പമായി കൊണ്ട് വാ. വെള്ളത്തിൽ അമ്മമാർ പെട്ടെന്ന് വരില്ല. അത് വെച്ച് തന്നെ പണിയെടുക്കും. ഇവിടുന്ന് ഇവിടെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അമ്മമാർ വെള്ളം കയറി കണ്ട എന്നെപ്പോലെ ഏറുമല്ലേ. ഇന്നെ മണ്ടേ കയറണം. വാ ഇങ്ങ്
ഉള്ളാട് ഉടക്കി ഓക്കെ കയറി നേരെ ഇങ്ങോട്ട് പോക്കാം പൊങ്ങ് അത്രേ ഉള്ളൂ. അതോട്ടെ നിങ്ങൾക്ക് പുതിയ വീടൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. കയറി നേരെ ഞാൻ പിന്നെ പൊളിക്കാം. ലേശം കിട്ടി. ഓക്കെ എൻ്റെ പൊന്നെ, ഇനിയാണ് രസമുള്ള പരിപാടി ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കളിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും എന്തിനാണ് ഇനി അടുത്ത പരിപാടി എന്ന്. നേരെ ബ്രീഡ് ചെയ്യാൻ പോവുകയാണ്. കൊച്ചുങ്ങളുണ്ടായി കളിക്കുന്നുണ്ട്. കൊച്ചുങ്ങളെ കൂട്ടർ നേഴ്സറി സ്കൂൾ തുടങ്ങുന്നു. നേഴ്സറി സ്കൂളുമാർ ഇമാരെ വെച്ച് എത്ര പിള്ളേരാണ് എൻ്റെ ഒക്കെ ഉണ്ടാക്കും. അതാണ് ഇതിൻ്റെ ആവശ്യമില്ലാത്തെല്ലാം എൻ്റെ കൊച്ചു നിറഞ്ഞ് ഒരു സാധനം മാത്രം വയ്ക്കാൻ പറ്റും. വെച്ചിട്ട് വീറ്റല്ലാതെ വയ്ക്കാൻ സ്ഥലമില്ല. വീറ്റ് എവിടെ കൊണ്ട് നടക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയാണ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാകുമല്ലേ. രാത്രി ആവട്ടെ പെട്ടെന്ന് ഉണ്ടാകാം. ആറെണ്ണം വേണമല്ലോ. 6 എണ്ണം വേണം. 2 എണ്ണം മറ്റൊന്നും ഉണ്ടാക്കി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതൊട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ട് റിസ്ക് എടുക്കണ്ട. ഒരു ഇത് പോയി വെട്ടിയാൽ പോര്. മഴയപ്പം മാറുമെന്തോ. ഗ്ലിച്ചടിച്ചെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലിച്ചടിക്കുന്നുണ്ട്. ബെഡ്റോക്ക് ആയതുകൊണ്ടാണ് കുഴപ്പം. മോജാങ് ബെഡ്റോക്ക് നേരെയാക്കൂ. മോജാങ്ങിന് ഇനി വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. ബെഡ്റോക്ക് ഉണ്ടാക്കിയത് മോജാങ്. അപ്പോൾ ഇവിടെ നിന്നും കൂടെ വെച്ചാൽ 6 എണ്ണം ആവും. 6 എണ്ണമായി. ഇനി ഇങ്ങോട്ട് പോയിട്ട് വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു ബ്ലോക്ക് ചെയ്തെടുത്തിട്ട്, ബ്ലോക്കല്ല 5 ഇതും കൂടി പണിഞ്ഞേക്കാം. അതുകൊണ്ട് 4 ബ്ലോക്ക് പണിഞ്ഞിട്ട് ഇത് പറഞ്ഞു. എനിക്ക് ഇറങ്ങാനുള്ള വഴിയായി. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു വെള്ളം ഇവിടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏതുവരെ പോകും. ഇത് മതി ഇത് തന്നെ ധാരാളം. ഇത് മതി. ഇങ്ങനെ കുറച്ച് സ്പേസ് ഇട്ടത് വിളിച്ചടിച്ചെങ്കിൽ അയ്യോടെ ക്യാഷേ കൊണ്ടെടുക്കും. ശവലം പൊട്ടി, ജീവിതം പൊട്ടി, എല്ലാം പൊട്ടിപ്പോയി. ഇവിടെ നിന്മാരെടുക്കാൻ മറ്റേ വഴി തന്നെ ചെയ്യാം. അതാണ് കുറച്ചും കൂടി എനിക്ക് എളുപ്പം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ആയിട്ട് എന്തെങ്കിലും അടയ്ക്കണം. അടച്ചിട്ട് ഒരു ബ്ലോക്ക് ഗ്യാപ്പ് വെച്ചിട്ട് ബാക്കി ഈ തുറന്ന സ്ഥലം വെച്ചിട്ട് അവിടെ ഫെൻസ് വെച്ചിട്ട് ഒരു വെളിയിലോട്ട് ഇറക്കും. എന്നിട്ട് അത് പണി നോക്കാം. അപ്പോൾ അത് പണിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അത് ഇപ്പം ഞാൻ ഇവിടുത്തെ അടച്ച് അങ്ങോട്ട് വയ്ക്കാം. അപ്പം ഇവിടെ നിന്ന് നമ്മൾ ലാഡർ വയ്ക്കും. കാരണം ഒരു ബ്ലോക്ക് ഈ 2 ബ്ലോക്ക് ലാഡർ വെച്ച് നമുക്ക് വെളിയിറങ്ങുന്ന രീതി വയ്ക്കും. ഇവിടെ തുറന്നിരുന്നല്ലോ. ഇവിടെ തുറന്നിരുന്നു. എന്നിട്ട് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ട്
ഇവിടെ ഫെൻസ് വെച്ച് അടയ്ക്കണം, മറ്റേ സോംബി ഒന്നും വരാതിരിക്കും. ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കുറേ ആവശ്യങ്ങളുണ്ട്. പെട്ടെന്ന് എടുക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇവിടെ നമുക്ക് ഫെൻസ് മാറാം, താഴെ വീടലും ഇതോടെ തീർന്നു. വാങ്ങാവണം തെറ്റിയാണ് ഇപ്പോഴും ഇപ്പോൾ കുഴപ്പമില്ല. ഇവിടെ തന്നെ ഫുഡ് കളിക്കാം. എൻ്റെ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് വലിയ മര്യാദയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. എൻ്റെ ആഗ്രഹിക്കുന്നുണ്ട് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. ഇവിടെ നമ്മളിപ്പോൾ പെട്ടെന്ന് സോംബി പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അമ്മമാരെ തപ്പി സോംബി 2 എണ്ണം അവിടെ ഇപ്പോൾ ഉണ്ട്. ഇമാരെ തീർക്കണം. എന്താ പറഞ്ഞു അത് വളം മാത്രമല്ല എടാ, ഡ്രോപ്പ് റേറ്റ് ലക്കാണ് എന്ന് വെച്ചാൽ ഇമാര് ഒരു അയൺ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് ലക്കാണ്. 0.0 അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അതേപോലെ എത്ര പെർസെൻറ്റേജ് ലക്ക് വേണം. ലക്കുണ്ട്, എനിക്ക് ലക്കുണ്ട്. രാത്രി ഏതാണോ മഴ പെയ്യുന്നുണ്ടാണ്, മാറ്റി വെച്ചിട്ട് നമുക്കെടുക്കണം. കറക്റ്റ് ഒരു സ്റ്റാഫ് ഉണ്ടാക്കി ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ. ഇത് 21 ഉണ്ടാക്കിയത് തന്നെ ധാരാളം തോന്നുന്നു. ഇവിടെ വെച്ച് തുടങ്ങും. വെച്ച് ഗേറ്റ് വെച്ചാൽ മീൻസ് ഗേറ്റ് എന്നാണ് സാധനമുണ്ട്. എടുത്തിട്ട് ഒരെണ്ണം മതിയോ? എന്നിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് പൊട്ടിച്ചാൽ മതിയല്ലോ. ഇതാണ് തുറക്കാനെടുക്കുന്നത്. നമുക്ക് മാത്രമല്ല, തുറന്നു കഴിഞ്ഞാൽ വരുമ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് ബാക്കി ചെയ്യാൻ എന്താ പറഞ്ഞു. ഇതിൻ്റെ സാധനങ്ങളെല്ലാം മറന്നുപോയി ഗൈസ്, ജസ്റ്റ് ഫുള്ളാണ്. ബാക്കിയുള്ള പരിപാടി നോക്കാം. ബാക്കി എന്ന് വെച്ചാൽ ഇവിടെ 3 ഇത് വെച്ചിട്ട് ഇത് തുറന്ന് വയ്ക്കണം. എന്നിട്ട് ഇവിടെ 1 2 3 ഇതാണ് 6. ഇനി ഇത് തുറന്ന് ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. ഇതായിരുന്നു പ്രധാനം. ഒന്നല്ല, ഇനി കുറച്ച് പണിയുണ്ട്. ഇവിടെ കയറിയിട്ട് ഇത് 2 എണ്ണം എടുത്തിട്ട് 3 ഊളും 4 അപ്പോൾ അമ്മമാർക്കുള്ളതായി. ഇനി ഊള് കാണുമല്ലോ, ഷീറുണ്ടാക്കാം. വേറെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലാത്ത പോലെ തോന്നുന്നു. ഓക്കെ ആണ്. ഓക്കെ ഷീപ്പ് ഇപ്പം നോക്കുമ്പോൾ ഒരു ഷീപ്പും കാണും. അതായിരിക്കും. അതായത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പൂള് കിട്ടും. നമുക്ക് ഈ ലീവ്സൊക്കെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് നമുക്ക് വെക്കാൻ പറ്റും. ഷെയർ അതാണ് യൂസ് ചെയ്യുന്നത്. ഷെയർ വെച്ച് വേറെ കുറേ യൂസ് ഉണ്ട്. ഒന്നിനും ചെറുതായിട്ട് കാണില്ല ഗൈസ്. പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തും കൂടി പറയാം. അങ്ങനെ ബെല്ലുണ്ടാക്കിയപ്പോൾ ഒരു ദരിയില്ല തിരക്കാവും. ഒന്നല്ല, ഇനിയിപ്പം ഇവിടെ നിന്ന് ഇവിടെ വയ്ക്കണം. 1 2 3
അമ്മമാരിതായിട്ടുണ്ട്. അടുത്ത് ഈ ജോലിക്കുണ്ടാണ് അമ്മമാർ വേറെ ജോലി ഒന്നും എടുത്തപ്പോൾ കുറച്ച് നീക്കി അടുത്ത് എപ്പോഴും നട്ടു തുടങ്ങിയോ നീക്കാൻ പറ്റാത്ത പൊട്ടാറ്റോ നന്നായി അടുത്ത ഫാമിലിയായി എനിക്ക് വെയിറ്റ് ഞാൻ പറയാൻ മതി. ഓക്കെ ഇതാ പറഞ്ഞു രാത്രി പറയത്തുന്നു. ക്യാരറ്റ് എൻ്റെ ഉണ്ടോ ഞാൻ നോക്കിയില്ലല്ലോ. ഉണ്ടെങ്കിൽ അത്രയും നല്ലതെന്നാണ് ഞാൻ പറയാം. ചേട്ടൻ ഞാൻ കൊണ്ട് നോക്കുന്നു. ബ്രെഡ് വെച്ച് കുറച്ച് കൈ വെച്ച് ഇതിൽ ബ്രെഡ് ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞുതരാം. ബ്രെഡ് ഇതെന്ന് വെച്ചാൽ നമ്മളെ ഇതാണ് വീറ്റാണ്. ഹേബിലെന്ന് പറഞ്ഞിട്ട് തിന്നിട്ട് ബ്ലോക്കാക്കുമ്പോഴേ ഇത് വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണം. ബ്രെഡല്ല ബ്രെഡ്. അപ്പോൾ ഇനി നമുക്ക് പണിയെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ക്യാരറ്റ് നട്ടിട്ടുണ്ടായില്ല എന്നൊരു പിടിയില്ല. ഉണ്ടായിരുന്നു ഉണ്ട്. പക്ഷേ മറ്റേ സ്ഥലത്തും ചത്തില്ലെങ്കിലും അവൻ്റെ ഒന്ന് കുറച്ച് ബോണെടുത്ത് ബോൺ മില്ലാക്കാം. അവൻ്റെ ഷീൽഡ് വേണം. ഇന്നപ്പില്ല ഡീസ്പോണായി ഡീസ്പോൺ തേങ്ങാത്തോലെ എല്ലാം എല്ലാത്തോട്ട് ചാടിയാവും. ഇല്ല സെക്കൻഡ് ടീസ്പൂണായി. കുഴപ്പമില്ല. പയ്യേരുന്നുള്ളൊരിട്ട് ഇപ്പോഴത്തെ ബ്രെഡ് കൊടുക്കുക വെച്ചിട്ട് ഇതായിട്ട് ഇവിടെ നട്ട് വെച്ചിരിക്കുക. ഇത് പയ്യെ അവൻ പണി തുടങ്ങി. ഇമാർക്ക് പാതി ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ഇവിടെ ഇട്ട് കൊടുക്കണം, ഒന്ന് അവനിട്ട് കൊടുക്കണം. പോരാ കുറച്ച് മാറിയിരിക്കണം. ബ്രീഡാണ് ഞാൻ വെച്ചിട്ട് എന്നെ കാണുന്നില്ല പണിയിലാണ്. കണ്ട ബ്രീഡി ഈ ഇപ്പോൾ ഒരു കൊച്ചിറക്കം വരും. ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത കാര്യം ചോദിക്കുകയാണ്. ഇതിലേതാ പെണ്ണ്, ഇതിലേതാ ആണ്. ഇപ്പോൾ ഇതുവഴി വന്നു, ഇവിടെ വന്നു നീക്കിയോ പോയി. ഇവിടെ പുള്ളി ഇവന്മാർ കൂടെ ഇപ്പോൾ ഒന്ന് വെച്ചോണ്ട് ഇപ്പോൾ 3 ബെഡല്ലേ വീട്ടിൽ നിന്ന് വിളിച്ച്. അപ്പോഴിതിപ്പോൾ 2 ബെഡ് ഇതിന് രണ്ടിനുള്ളത്, 1 ബെഡ് അതിനുള്ളത്. പിന്നെ ഈ ബെഡ് ഇവിടെ നിരത്തി വയ്ക്കുന്നതനുസരിച്ച് ഓരോന്നോരോന്ന് കൂടും. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് വീട്ട് 2 എണ്ണം ആയിട്ടുണ്ട്. ഇത് ഓക്കെ. ഇപ്പോഴും ബാക്കി പണിയന്മാർ തന്നെ തോളും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ബ്രീഡർ വർക്കൗട്ടായി. നെക്സ്റ്റിൽ നമുക്ക് ട്രേഡിങ് ഹാൾ ചെറുതായിട്ട് ഉണ്ടാക്കണം. ട്രേഡിങ് ഹാൾ കഴിഞ്ഞിട്ട് ഒരു അയൺ ഫാം ഉണ്ടാക്കണം. പിന്നെ ഷെയറിൻ്റെ കാര്യമല്ലേ കണ്ട് ഇതും മഞ്ച് ചേർക്കാം. പക്ഷേ ഇതും അതന്നെ അതിനും കാണുന്നുണ്ട്. ഇത് വെച്ച് നമുക്കൊരു പണിയാണ് എന്ന് വെച്ചാൽ ഇതേപോലെ ഇതുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് കയറാൻ പറ്റും, വണ്ടിയിലോട്ട് വലിഞ്ഞ് കയറാൻ പറ്റും. പിന്നെ ഇത് വളരും. ഇവിടെ എവിടെയും നട്ട് കഴിഞ്ഞ് പിന്നെ അവിടെ അത്രയും വളരും. താഴോട്ട് മേലോട്ടൊക്കെ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 40 മിനിറ്റ് ഏറായി. ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ബൈ. അടുത്ത വീഡിയോ കാണാം.